Hallelujah. Holy Spirit, we welcome you. Hallelujah. Hallelujah. And we praise you, Father. Hallelujah. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഹാർവസ്റ്റ് ടിവിയിലൂടെ പ്രേയിങ് കേരളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഇന്റർനെറ്റിലൂടെ പ്രേയിങ് കേരളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും രണ്ട് കരങ്ങളും ഉയർത്തി യെസ് ലോർഡ് ഹല്ലേലൂയ. ശബ്ദവും കരങ്ങളും ശരീരവും യേശുവിന്. Oh, hallelujah. We welcome everyone to join us for an hour of prayer, praise and worship. Let's behold the glory and the beauty of Jesus this morning. Hallelujah. One more time. Hallelujah. Let's sing hallelujah to Jesus, for he is worthy. You are worthy, Lord. Jesus, you are worthy. You are worthy. Jesus, you are worthy. Yes, you are worthy, O Lord. Yes, Lord. You are worthy, O Lord. എല്ലാവരും ചേർന്ന് യേശുവേ നീ യോഗ്യൻ. Oh, hallelujah. 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 And we praise. Hallelujah. 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 ഈ ആഴ്ചയുടെ ആരംഭം ദിവസം മുതൽ ഈ അവസാന ദിവസം വരെയും നമ്മെ പരിപാലിച്ച പരിശുദ്ധനായ കർത്താവ്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഈ യേശു എത്ര നല്ലവൻ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമാ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എത്ര ആഴമേറിയ ദൈവവചനത്തിന്റെ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. റോമൻസ് ചാപ്റ്റർ 1 verses from 16 through 17. For I am not ashamed of the gospel of Jesus Christ, for it is the power of God unto salvation to everyone who believes, for the Jew first and also to the Greek. Verse number 17. For in it the righteousness of God is revealed from faith to faith, as it is written, the just shall live by faith. Verse number 17. For in it the righteousness of God is revealed from faith to faith, as it is written, the just shall live by faith. പാസ്റ്റർസിനു ഈ ദിവസങ്ങളിൽ ബൈബിളിൽ നിന്ന് ചില പ്രത്യേക പദങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആത്മീയ അർത്ഥങ്ങൾ
നമ്മൾ പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇന്ന് പുതിയ 2-3 വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പോകാതെ ഇന്നലെ തന്നെ പറഞ്ഞ നമ്മൾ പഠിച്ച 3 വാക്കുകൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഗ്രാഫെ, ലിഖിതങ്ങൾ. ആ വാക്കിന്റെ അർത്ഥം ഗ്രാഫെ, ഗ്രീക്കില് ഗ്രാഫെ മീൻസ് ലിഖിതങ്ങൾ. 2, ലോഗോസ്. ലോഗോസ് എഴുതപ്പെട്ട ദൈവവചനം. ലോഗോസ്. ബൈബിൾ ഈസ് എ ലോ ബുക്ക്. ദൈവത്തിന്റെ വചനം നിയമപുസ്തകം കൂടിയാ. ബൈബിളിന് അങ്ങനെ തന്നെ ഒരു പേരുണ്ട്. അടുത്തത് റീമ. ദാറ്റ് മീൻസ് റിവീൽഡ് വേർഡ് ഓർ നൗ വേർഡ്. വെളിപ്പെടുത്തപ്പെടുന്ന, ഐ മീൻ ഒന്നുകിൽ വെളിപ്പെടുത്തപ്പെട്ടത് അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്, സംസാരിക്കപ്പെടുന്ന, ഉച്ചരിക്കപ്പെടുന്ന വചനം, അപ്പോഴേക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന വചനം. 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ, 1 Corinthians chapter 11 verse 23, Paul says, "For I have received from the Lord and the same I give to you." ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രേയിങ് കേരള രാവിലെയുള്ള ഡിവോഷനിൽ ലഭിക്കുന്ന ദൈവത്തിന്റെ വചനം, വളരെ മിനിറ്റുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനവുമായിട്ടായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ നൽകുന്ന പ്രകാശനങ്ങളാണ് രാവിലെ നമ്മൾ ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം നമ്മിൽ പ്രകാശിച്ചു കിട്ടുന്നതോട് പറഞ്ഞുതരാം. നമ്മൾ കേൾക്കുന്നതും കേട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന വചനം, അല്ലെങ്കിൽ വായിച്ച് നമ്മളുടെ ഉള്ളിൽ വരുന്ന വചനം, ദൈവവചനം. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനത്തോടെ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, കത്തി മിന്നി നിൽക്കുന്ന ബൾബ് പോലെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രകാശിക്കും. ഇല്യൂമിനേഷൻ. സോ ഫസ്റ്റ് വി ടേക്ക് ദ ലോഗോസ് ഇൻ ടു അവർ സിസ്റ്റം. ആദ്യം നമ്മൾ ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം എവിടാണെന്നുള്ള വിവരം നമ്മുടെ തലച്ചോറിലാണ് സൂക്ഷിക്കുന്നത്. പക്ഷെ യേശു കർത്താവാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് നമ്മുടെ തലയിലൂടെ വരുന്നെങ്കിലും അത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. തലയ്ക്കകത്തുള്ള ദൈവവചനം നമ്മളെ രക്ഷപ്പെടുത്തത്തില്ല. ആ വചനം എപ്പോൾ ഒരു വ്യക്തി ഹൃദയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെയാണ് ആ വചനം വെളിപ്പെട്ടു വരുന്നത്. ദൈവവചനം പ്രകാശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഇത്രയുള്ള ഒരു ഹൃദയം, ഒരു അവയവം എന്നല്ല അതിൻ്റെ അർത്ഥം. പകരം നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നർ പേഴ്സണാലിറ്റി, ടോട്ടൽ ബീയിങ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആ ആകത്തുകയിൽ ദൈവത്തിൻ്റെ വചനം പ്രകാശിക്കുമ്പോഴാണ് അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നത്, അല്ലെങ്കിൽ സൗഖ്യത്തിന്, വിടുതലിന് കാരണമാകുന്നത്. എല്ലാവർക്കും അറിയാം യേശു രക്ഷിതാവാണെന്ന്. അതിനർത്ഥം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്നുമല്ല. ആ യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട് എന്നുള്ള ആ എഴുതപ്പെട്ട വചനത്തിന്റെ സത്യം ചെവിയിലൂടെ, കണ്ണിലൂടെ നമ്മുടെ അകത്ത് കയറുമ്പോൾ, അത് ബ്രെയിനിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, അത് വിശ്വാസമായി പരിണമിക്കുമ്പോൾ, അത് ആ വചനത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടും. 16 വാക്യം ഒന്ന് വായിച്ചേ. I am not ashamed of the gospel of Christ Jesus, for it is the power of God for salvation. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവശക്തി. Yes. Hallelujah. It is the power of God. So എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, നമ്മുടെ ശക്തിയിൽ നമ്മൾ കുഴഞ്ഞ് നശിക്കണ്ട. സാഹചര്യങ്ങളെ നേരിടാൻ കഴിയുന്നില്ല, പാപങ്ങൾ, തെറ്റുകൾ ഇങ്ങനെ തലയ്ക്ക് മീതെ കവിഞ്ഞു വരുന്നു. അതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയാതെ പോകുന്നു. രോഗങ്ങള്, എന്ന് വേണ്ട ശാപങ്ങള്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? സ്വന്തം ബലം കൊണ്ട് പലരും ആഗ്രഹിച്ച് ശ്രമിക്കാറുണ്ട്. പീപ്പിൾ ട്രൈ ടു ഗെറ്റ് സേവ്ഡ് ബൈ അവർ ഓൺ എഫേർട്സ്.
പക്ഷെ ബൈബിൾ പറയുന്നു there is only one way whereby man can be saved, and that is by believing in Jesus and Jesus alone. ഒരേ ഒരു വഴിയിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയുന്നുള്ളൂ. അത് യേശുവിൽ വിശ്വസിക്കുക മാത്രം. ബൈബിൾ അങ്ങനല്ലേ പറയുന്നത്? യേശുക്രിസ്തുവിൽ, വാക്യം അറിയാമെങ്കിൽ എന്ന് പറയും, യേശുവിൽ വിശ്വസിക്കുക, അപ്പോൾ നീയും നിന്റെ കുടുംബവും യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ചേർന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. അപ്പൊ പാസ്റ്ററെ, ബൈബിൾ കാണിച്ചു തരുന്നത് എപ്പോഴും നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ദൈവകൃപയിൽ മുൻപോട്ട് യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ബൈബിൾ കാട്ടിത്തരുന്നത്. ഇന്നലെ നമ്മൾ സംസാരിച്ച വചനം, നമ്മൾ we go from strength to strength. നമ്മൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് പോകും. ഇനിയും ഈ എഴുതപ്പെട്ട വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അടുത്തൊരു സത്യം ഈ 17ാമത്തെ വാക്യത്തിലുണ്ട്. അത് ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് For in എഴുതിയിരിക്കുന്നു. it the righteousness of God is revealed from faith to faith. Faith, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. ആമേൻ. ഇന്നലെ നമ്മൾ പഠിച്ചത് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്. ഇനി തിങ്കളാഴ്ച നമ്മൾ അതുപോലെ തന്നെ ശ്രേഷ്ഠമായ വേറൊരു പാഠം പഠിക്കുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ ഓർത്തത് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്. സ്വന്തം ബലമല്ല, പകരം ദൈവത്തിന്റെ ശക്തി. സങ്കീർത്തനം 29 നാം വായിക്കുന്നവൻ ബലമില്ലാത്തവർക്ക് അവൻ ബലം നൽകുന്ന ദൈവമാണ്. യെശയ്യാവ് 40 ആ വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്, അവൻ ബലമില്ലാത്തവർക്ക് ബലം നൽകും. So we receive the strength of God by believing in God, and from that strength we go to another level of strength. നമ്മൾ യേശുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കുന്ന ആ ബലത്തിൽ നിന്ന് ആ ശക്തിയുടെ അടുത്ത തലങ്ങളിലേക്ക് പോകുന്നു. ഒരു കാലത്ത് ഭൂതം എന്ന് കേട്ടാൽ പേടിച്ചിരുന്ന നമ്മൾ യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ ശക്തി, സുവിശേഷത്തിന്റെ ശക്തി നമ്മിൽ വന്നപ്പോൾ ഇന്ന് നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കുന്നവരായി മാറി. ഒരു കാലത്ത് രോഗമെന്ന് കേട്ടിരുന്നാൽ പേടിച്ചരണ്ട് അയ്യോ ഇപ്പൊ ചാകുമെന്ന് പേടിച്ചിരുന്ന നമ്മൾ ഇന്ന് യേശുവിൽ വിശ്വസിച്ച് യേശു സൗജന്യമായി നിന്ന ശക്തി നമ്മിൽ വന്നപ്പോൾ അതിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബൈബിൾ യേശു പറഞ്ഞു, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്തൊക്കെ? അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളെ സൗഖ്യമാക്കും, അവർ രോഗികളുടെ മേൽ കരം വയ്ക്കും, അവർക്ക് സൗഖ്യം വരും. So we go from strength to strength. ആദ്യം പേടിച്ച് ഒക്കെ ആയിരിക്കും യേശുവിന്റെ ശക്തിയിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷെ ദൈവശക്തിയാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ സഹോദരങ്ങളെ, on a progressive level we go from strength to strength. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു പാഠമാണ് പൗലോസ് എന്ന അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ സഭയ്ക്ക് ഇവിടെ വെളിപ്പെടുത്തി കിട്ടുന്നത്. We go from faith to faith. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. എന്നോട് ചേർന്ന് 2 കരവും ഉയർത്തി, everyone in praying Kerala, എല്ലാവരും ചേർന്ന് പറഞ്ഞ്, and I want to go from faith to faith. എനിക്ക് ഇന്ന് മുതൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകണം. I am born to go from faith to faith. വിശ്വാസം. Now, സമയത്തിന്റെ പരിമിതി എനിക്കറിയാം. ഡോക്ടർമാർ പറയുന്ന വാക്കുകൾ ശരിയായ കാര്യങ്ങളാണ്. കാരണം അവരതിൽ അഗാധമായ പാണ്ഡിത്യവും പഠനവും നടത്തിയവരാണ്. അപ്പൊ എന്റെ വയറിന് വേദനയെ കുറിച്ച് അവർ പറയുന്ന കാര്യമൊക്കെ അത് അങ്ങനെ തന്നെ ആയിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അവർ പറയുന്നത് അതിന്റെ സർജറി ചെയ്യണം, അല്ലെ ഈ ട്രീറ്റ്മെന്റ് എടുക്കണം, അല്ലെ ഇന്ന ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഇവിടെ വിശ്വാസം, നമുക്ക് യേശുവിൽ വിശ്വാസമുണ്ട്, യേശു സൗഖ്യമാക്കും. പിന്നെയും വയറുവേദന ഡോക്ടർ പറഞ്ഞത്. അപ്പം യാഥാർത്ഥ്യമായ വസ്തുതകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു പ്രതലമാണ് വിശ്വാസം. അതെന്താ വിശ്വാസം? യേശു എന്നെ സൗഖ്യമാക്കും, അല്ലെങ്കിൽ യേശുവിന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യത്തിന് അസാധാരണമായ പ്രതലത്തിൽ
ഉള്ള ദൈവത്തിന്റെ വാക്കുകൾക്കും തമ്മിൽ ഈ അസാധാരണ പ്രതലത്തെ മറികടക്കുവാൻ, പകരം അസാധാരണമായ ദൈവശക്തിയാൽ സൗഖ്യം അനുഭവിക്കുവാൻ നമുക്ക് വേണ്ടുന്ന ആ കണക്റ്റിംഗ് ലിങ്ക്, നമ്മെ ബന്ധപ്പെടുത്തുന്ന ആ വസ്തുതയാണ്, ആ യാഥാർത്ഥ്യമാണ് വിശ്വാസം. ബുദ്ധി കൊണ്ട് വിശ്വാസത്തെ അളക്കാൻ പറ്റില്ല. ഫിസിക്സിലൂടെ പോയാൽ വിശ്വാസത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കെമിസ്ട്രി കൊണ്ട് വിശ്വാസത്തെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മാത്തമാറ്റിക്സ് കൊണ്ട്, കണക്ക് കൊണ്ട് വിശ്വാസത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ പ്രേയിങ് കേരള കുടുംബത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ ആയിരങ്ങളുടെ അനുഭവത്തിൽ നമുക്ക് വ്യക്തമായി സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിൽ വിളിച്ചു പറയാൻ പറ്റും. കെമിസ്ട്രി വിരോധമായപ്പോൾ, ഫിസിക്സ് വിരോധമായപ്പോൾ, മാത്തമാറ്റിക്സ് വിരോധമായപ്പോൾ, എന്റെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് സൗഖ്യവും വിടുതലും അനുഭവിപ്പാൻ കഴിയുന്നു. Amen. We go from strength to strength. We go from faith to faith. ചേർന്ന് we go from strength to strength and we go from faith to faith. നമ്മൾ ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ചേർന്ന് പാസ്റ്റർ ഒന്ന് പറഞ്ഞു തരും. നമുക്ക് ഒന്നിച്ചതെന്ന് പറയാം. പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും 2 കരങ്ങളും ഉയർത്തി ചേർന്ന് നാം ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്, ഒരിക്കൽ കൂടെ നാം ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് 2 കരങ്ങളും ഉയർത്തി പാസ്റ്റർ വീണ്ടും പറഞ്ഞു തരും. എല്ലാവരും ചേർന്ന് നാം ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. That means യേശുവിൽ വിശ്വസിച്ച ഞാൻ എന്റെ ജീവിതത്തിന്റെ മുൻപിൽ ഒരു പ്രതികൂലം വരുമ്പോൾ ഞാൻ കീഴോട്ടല്ല പോകുന്നത്, ഞാൻ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരു പടി കൂടെ മുൻപോട്ട്. ഇന്നലത്തേക്കാൾ വിശ്വാസത്തിൽ ഞാൻ വർദ്ധിച്ച വ്യക്തിയാണ് ഞാൻ. അതിനാണ് ദൈവവചനം വായിക്കുവാൻ പ്രേയിങ് കേരള എപ്പോഴും ആവശ്യപ്പെടുന്നത്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ നമുക്കൊരു സിനിമ കൊണ്ട് സാധ്യമല്ല. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ പത്രം വായിച്ചാൽ പറ്റില്ല. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ആത്മമനുഷ്യനിലാണ് വിശ്വാസം നിലനിൽക്കുന്നത്. ഉടലെടുക്കുന്നതും നിലനിൽക്കുന്നതും വളരുന്നതും നമ്മുടെ ആത്മമനുഷ്യനിലാണ്. അവിടുത്തെ ആത്മമനുഷ്യനുള്ള ഫുഡ്, ആഹാരമെന്ന് പറയുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, the infallible word of God, the word of truth, the law of the Lord and the precepts and the commandments of the Lord. ബൈബിൾ പറയുന്നു, ബൈബിൾ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ നിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയവ. സഹോദരങ്ങളെ, ആ വാക്യം എന്നോട് ചേർന്ന് ദൈവവചനത്തിന് വേണ്ടി ഒരു ദാഹം, ദൈവവചനത്തിന് വേണ്ടി ഒരു എന്നാ പറയുന്ന ഒരു വിശപ്പ് എല്ലാവരിലും ഉണ്ടാകട്ടെ. 2 കരവും ഉയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞു, യേശുവേ അങ്ങയുടെ വചനം ജീവനാണ്, അങ്ങയുടെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയതാണ്. യേശു പറഞ്ഞു പരസ്യ ശുശ്രൂഷയിൽ, പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകരത്തുള്ളൂ. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാൻ പറ്റത്തില്ല. പുതിയ വീഞ്ഞ് പകരണമെങ്കിൽ പുതിയ തുരുത്തി വേണം. അപ്പോൾ പലർക്കും പുതിയ വീഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുടിക്കുന്ന വീഞ്ഞെന്നുള്ളത് എല്ലാവരും ചിന്ത. അതല്ല യേശു വിടുന്നത്. ബൈബിളിൽ പുതിയ വീഞ്ഞ് എന്ന വാക്ക് എവിടെ കണ്ടാലും അതിന്റെ ആത്മീയ അർത്ഥം പുതിയ വെളിപ്പാടെന്ന, ന്യൂ റെവലേഷൻസ്, പുതിയ വെളിപ്പാടുകൾ. Hallelujah. You got to have new revelations. The word is the same. വചനം നൂറ്റാണ്ടുകൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന അതേ വചനം തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഈ തലമുറയിൽ നമുക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ, ഫലപ്രദമായി പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ, you need new revelations. പുതിയ വെളിപ്പാടുകൾ നമുക്ക് വേണം. അപ്പോൾ പുതിയ വെളിപ്പാട് പഴയ തുരുത്തിക്കകത്ത് വരത്തില്ല. പൗലോസ് തന്നെ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, റോമൻസ് 12:1 says, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. യേശു അതിന് വീണ്ടും പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ
Beloved, ഈ ആഴ്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ബലത്തിന്റെ മേൽ ബലത്തിലേക്ക് പോകുവാൻ. 2, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുവാൻ. മാത്രമല്ല പുതിയ വെളിപ്പാടിനാൽ നിറയപ്പെടുവാൻ. എനിക്ക് മനസ്സ് പുതുക്കുന്ന. What do you mean? Renewing your spirit. Renew means replace എന്ന. പുതുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിനെ നമ്മൾ തല്ലി ഉടച്ചിട്ട് കഴുകിയെടുക്കുക എന്നല്ല. ആ ഇരിക്കുന്നതിനെ എടുത്തു മാറ്റണം, പുതിയത് കൊണ്ടുവരണം. ഇൻഷുറൻസ് നമ്മൾ പുതുക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന പണം നമ്മൾ കെട്ടിവെക്കുമ്പോൾ ആ ദിവസം മുതൽ 1 വർഷം അല്ലെ 6 മാസം അത് കവറേജ് വരുന്നത് പോലെ മനസ്സിന് റീപ്ലേസ് ചെയ്യണം ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഐ ടെൽ യു, നിങ്ങളുടെ ജീവിതം, എന്റെ ജീവിതം, നമ്മുടെ ജീവിതം, പ്രേയിങ് കേരള കുടുംബത്തിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകരാജ്യങ്ങളിൽ, wherever you are, God wants each of us to go from faith to faith. ലിഖിതങ്ങൾ, ലോഗോസ് ആൻഡ് ദ റീമ, വെളിപ്പെടുത്തപ്പെടുന്ന സ്പോക്കൺ വചനത്തിലൂടെ കർത്താവ് നമുക്കിട്ട് മുമ്പിൽ കൊണ്ടുവരുന്ന നോക്കിക്കേ. വചനത്തിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആഴമേറിയ പാഠങ്ങൾ. ഇന്ന് പകൽ ശത്രുക്കൾ എവിടെ നിന്നെല്ലാം കയറി വന്നാലും, അത് ഏതെല്ലാം രൂപത്തിൽ പിശാച് വന്നാലും, ആ പിശാചിനോട് ഉടനെ പറയണം, നിനക്കെന്നെ തളർത്തുവാൻ കഴിയില്ല. ഞാൻ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകും. I am born to go from faith to faith. അങ്ങനല്ലേ ഇതിന്റെ അർത്ഥം? ഞാൻ ജനിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുവാൻ. ചേർന്ന്, ഞാൻ ജനിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുവാൻ. 2 കരങ്ങളും ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ കുടുംബങ്ങൾക്കും കർത്താവിന്റെ വചനത്തിലുള്ള നന്മ, ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ ഓരോരുത്തരുടെ മേലും കർത്താവ് പകരുകയാണ്. The Spirit of God wants to give you His strength and power so that we will have strength of God and we will have faith of God in us, that we will go from faith to faith. നമ്മളിൽ ദൈവത്തിന്റെ വിശ്വാസം ഉളവാകുന്നതിന് നമുക്ക് ഇന്ന് പകൽ 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 2 കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന് പറ, ദുഷ്ടനായ പിശാച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിന് എന്നെ തളർത്തുവാൻ കഴിയത്തില്ല. യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുവിലുള്ള വിശ്വാസം നിമിത്തം ഞാൻ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകും. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൽ വിശ്വസിച്ചുള്ള ഈ ഏറ്റുപറച്ചിൽ നിമിത്തം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ നന്മ വ്യക്തമായി ഉണ്ടാകട്ടെ. I pray that the goodness of God shall be revealed in everyone's life. That we will go from faith to faith, Lord. That nothing in the world would stop us, Lord. ലോകത്തിലെ ഒന്നിനും ഞങ്ങളെ തടയുവാൻ കഴിയത്തില്ല, നിർത്തുവാൻ കഴിയത്തില്ല. Lord, that our destinies, we want to transfer it, change it. Yes, Lord. കർത്താവേ, we thank you, Lord. Thank you, Holy Spirit. In Jesus' name. യേശുവിൻ നാമത്തിൽ. Beloved, your dreams can be turned to your destinies. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനിയാക്കി മാറ്റിയെടുക്കുവാൻ കഴിയും. By going from faith to faith in Jesus. യേശുവിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുന്നതിലൂടെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമാക്കി മാറ്റുവാൻ സാധിക്കും. And you are born to go from faith to faith. നിങ്ങൾ ജനിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുവാനാ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. പ്രേയിങ് കേരള കുടുംബത്തിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യണം. കർത്താവിന്റെ കൃപ ധാരാളമായി നമുക്ക് അനുഭവിക്കണം. ഞാൻ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്നിച്ച് പ്രേയിങ് കേരള കുടുംബം, ഹാർവസ്റ്റ് TV കുടുംബത്തിന് വേണ്ടി ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്നലെ മിസ്റ്റർ ബിബി ജോർജുമായി സംസാരിക്കുമ്പോൾ 83 രാജ്യങ്ങളിലേക്ക് ഹാർവസ്റ്റ് TV സാറ്റലൈറ്റിലൂടെ പോകാൻ പോവുക. കേരളത്തിലെ, ഇന്ത്യയിലെ സകല വീടുകളിലും സകല നെറ്റ്വർക്കുകളിലും ഹാർവസ്റ്റ് TVയിലൂടെ പ്രാർത്ഥന കേരളം എത്തിച്ചേരും.
ഞങ്ങൾ അവരോടൊപ്പം സന്തോഷിക്കുന്നു. മാത്രമല്ല ഹാർവസ്റ്റ് ടിവിയിലുള്ള നൂറുകണക്കിന് അനുഗ്രഹീതമായ ശുശ്രൂഷകളുണ്ട്. അത് താങ്കളുടെ ഭവനത്തിൽ എത്തിച്ചേരും. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഹാർവസ്റ്റ് ടിവി കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ സ്റ്റാഫ് പലരും ശാരീരിക സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. ബ്രദർ ബിബിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അവരെ വികസിപ്പിക്കുക, അവരെ അവിടുന്ന് വർദ്ധിപ്പിക്കുക. That they will go from glory to glory and that they will go from strength to strength, Lord. കർത്താവേ, that they will go from faith to faith, Lord, as they are taking up this great responsibility. I pray, Father, that your divine presence will hover over their lives, Lord. Blessed be your holy name, that you are almighty, Alpha and the Omega, Lord. അവിടുന്ന് ആദിയും അന്തവുമായ കർത്താവാകയാൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ തേജസ് അവരുടെ മേൽ ഇറങ്ങണം. And I declare divine expansion over this television network in Jesus' mighty name. To all corners of the earth, Lord. ഭൂമിയുടെ എല്ലാ അറ്റങ്ങളിലേക്കും ഈ ചാനലിന്റെ സിഗ്നലുകൾ ചെല്ലട്ടെ. Thank you, Lord. അതിനാവശ്യമായിരുന്ന സാമ്പത്തിക നന്മകൾ അവിടുന്ന് അവർക്ക് നൽകണം കർത്താവേ. എല്ലാവരെയും കർത്താവ് അവിടുന്ന് സഹായിക്കും. ശാരീരികവും മാനസികവും ആത്മീയവുമായി അവരെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമ്മളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുമുള്ള പ്രോത്സാഹനങ്ങളും സഹായങ്ങളും തീർച്ചയായിട്ടും ഹാർവസ്റ്റ് ടിവിക്ക് നമുക്ക് നൽകണം. സുവിശേഷം ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലേക്ക് പോകട്ടെ. പ്രാർത്ഥന കേരളം പ്രാർത്ഥിക്കുന്ന കേരളമായി മാറട്ടെ. പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട കർത്തൃദാസിദാസന്മാർക്കും ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദി പറയുന്നു. സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ 10,000 ദൈവദാസന്മാർ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മാതാക്കൾ, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ, പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാർ, ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, യുവതിമാർ, യുവാക്കന്മാർ, എല്ലാവർക്കും യേശുവിൽ ശുഭമായ ഭാവിയുണ്ട്. യേശുവിൽ തന്നെ ആശ്രയിക്കാം. Come on, Rino. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പാസ്റ്റർ എബ്രാം എന്ന ഒരു സഹോദരൻ കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കഴുത്തിന് ചെവിക്ക് പുറകില് ഒരു ഗ്ലാൻഡ് വീർത്തിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. ഗ്ലാൻഡ് വീർത്തിട്ട് നീര് വന്ന അവസ്ഥയിലിരുന്ന ചെവിയുടെ പുറകിൽ ഗ്ലാൻഡ് വീർത്ത് വല്ലാത്തൊരു പ്രവസ്ഥ. അപ്പോഴാണ് പ്രിയങ്കരെ വിളിച്ച് പ്രാർത്ഥിച്ചത്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ നീരിന്റെ ആയ ഒന്നുമില്ല, പൂർണ്ണ സൗഖ്യം. കേരളയിൽ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ചെവിയുടെ പിറകിൽ ഗ്ലാൻഡ് വളർന്ന അതിഭയങ്കരമായ പ്രയാസത്തിലൂടെ ഇന്നലെ ആ ടെലിഫോൺ അറ്റൻഡ് ചെയ്ത ആള് എന്നോട് പറഞ്ഞു, ഇത് കേട്ട് കഴിഞ്ഞപ്പോ അറ്റൻഡ് ചെയ്ത ആളിന്റെ വിശ്വാസം കൂടെ വർദ്ധിച്ചു. ഹല്ലേലൂയ. ഡോക്ടേഴ്സ് പറഞ്ഞത് സർജറിയും മറ്റു പല കാര്യങ്ങളുമാണ്. പക്ഷെ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. യേശു അവിടെ തൊട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ആ മുഴ അവിടെ ഇല്ല. റിനു, അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ യേശു ഒരു അത്ഭുതം പ്രവർത്തിക്കത്തില്ലേ? താങ്കളുടെ സൗഖ്യം വന്നു കഴിഞ്ഞു. യേശുവിന്റെ അടിപ്പിണരുകളാൽ താങ്കൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. By the stripes of Jesus, beloved, you are healed. Only believe and trust in Jesus. രണ്ട് കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ശരീരത്തിലെ മുഴകൾ, ആവശ്യമില്ലാത്ത വളർച്ചകൾ, കട്ടികൾ, മുഴകൾ, every tumor, every sort of malignancy and everything that is unwanted from their bodies be gone right now in Jesus mighty name. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അവ മാറിപ്പോകട്ടെ. അടുത്ത നിമിഷങ്ങളിൽ അവർ വിളിച്ചു പറയുന്നത് യേശു ചെയ്ത വിടുതലിന്റെ സാക്ഷ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ശ്യാമള ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ നാളുകളായി രാത്രി ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു. കഴിഞ്ഞ നാളുകളിൽ രാത്രി ഉറക്കമില്ലാത്തത് പ്രിയങ്കരൻ വിളിച്ചു പ്രാർത്ഥിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രി സുഖമായി ഉറങ്ങാൻ പറ്റിയത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ലൂക്കോസ് 1:37 റിനു എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: യേശുവിനാൽ സകലതും സാധ്യമെന്ന്. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്താൽ സാധ്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുന്നെങ്കിൽ, മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ പകൽ യേശു താങ്കളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ശ്യാമളയ്ക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം നൽകി അതേ യേശു താങ്കളുടെ തലമേൽ കരം വെച്ച്
എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, പല കാരണങ്ങൾ കൊണ്ട് ഉറങ്ങേണ്ട സമയത്ത് ഉറക്കമില്ലാതെ വിലപിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, ദൈവവചനത്തിന്റെ അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ ഉറങ്ങേണ്ട സമയത്ത് അവർ ഉറങ്ങുന്നവരായി മാറട്ടെ. അതിനനുസരിച്ച് അവരുടെ ശാരീരിക അവയവങ്ങൾ, ശരീരത്തിന്റെ സകല പ്രവർത്തനങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പുനഃക്രമീകരണം ഞാൻ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. ദിവി വടവാതിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ആ ദിവിക്ക് ഡിഗ്രിക്ക് കെമിസ്ട്രി തന്നെ ലഭിക്കണമെന്നൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ പ്രേയങ്കറിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് അവളുടെ ആഗ്രഹത്തെ മാനിച്ചു. കോട്ടയത്തെ BCM കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി. പ്രാർത്ഥിച്ചു. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്കൊരു ടെലിഫോൺ ഉണ്ട്. റിനു, ഹലോ 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 ഹലോ, വേഗം പറഞ്ഞാട്ട്. മറീന, തൃശ്ശൂര്. പറഞ്ഞാട്ട് മെറീന ആന്റി. എന്റെ ഗ്രാൻഡ് ചൈൽഡ് സാറ ജോഷിയുടെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. സാറ ജോസിന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ. സാറ ജോഷി, ഫേബ ജോഷി. ഓക്കെ, ഈ സെക്കൻഡ് ബർത്ത്ഡേ. ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഫെബ ജോഷിക്ക് ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ നേരുന്നു, ഞങ്ങൾ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവ് വലിയ നന്മ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ആ മക്കളെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ഥിരമായി പ്രാർത്ഥന കേരളത്തിൻ്റെ തുടക്കം മുതൽ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ദൈവദാസിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ടെലിഫോണിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെയും നേരിൽ കണ്ടിട്ടില്ല, എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ ഈ ശുശ്രൂഷയിൽ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ആ ഫേബയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ബർത്ത്ഡേ ഉള്ള ധാരാളം പ്രിയപ്പെട്ടവർ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ ഓരോരുത്തരെയും ഇനി വിളിച്ചു പറയാതിരിക്കുന്നവരെയും നിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ട്രിവാൻഡ്രത്തുനിന്ന് റഹീം വിളിച്ചിരിക്കുന്നു. 1 മാസമായി ശ്വാസമുട്ടൽ, ചുമ, വായിൽ മോണ മുതൽ കണ്ണുവരെ തടിച്ചിരിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ റഹീം സഹോദരൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 1 മാസമായിട്ടുള്ള ശ്വാസം മുട്ടലുകൾ മാറട്ടെ, ചുമകൾ മാറട്ടെ, വായിൽ മോണ മുതൽ കണ്ണുവരെ തടിച്ചിരിക്കുന്ന ഭാഗം സാധാരണ നിലയിലാകട്ടെ. കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഹാലലുയ കർത്താവേ കാരം തൊട്ട് ഒരു പൂർണ്ണ സൗഖ്യം നൽകാനായി സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭർത്താവ് പ്രസന്നൻ, ഷുഗർ കൂടുതലുണ്ട്, മൂക്കിൽ കുരു, നല്ല വേദന അനുഭവപ്പെടുന്നു, മകൾക്ക് ചുമ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക നന്മകളാൽ നിറയ്ക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവിക വിടുതലാൽ നൽകിയാട്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അജിത വിളിച്ചിരിക്കുന്നു. ഭർത്താവ് വിനോദ് കുമാർ മെഷീനിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ കൈയിലെ 2 വിരലുകൾ മുറിഞ്ഞുപോയി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഭർത്താവിന്റെ അനിയൻ അനിൽ കുമാറിന് വിസ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ അനിൽ കുമാർ സഹോദരൻ കർത്താവേ ഹാലോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മുറിഞ്ഞുപോയ 2 വിരലുകൾ കർത്താവേ പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തു കരത്തോട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഭർത്താവിന്റെ അനിയൻ ഹാലോ വിമൽ കുമാറിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ വിസ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് രുഖു വിളിച്ചിരിക്കുന്നു. 2 മക്കൾ ഒരുമിച്ച് എക്സാം എഴുതി. മൂത്ത ആൾക്ക് +1 അഡ്മിഷൻ കിട്ടി. ഇളയ ആൾക്കും അതേ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ കർത്താവെ, നിന്റെ മക്കളുടെ കർത്താവ് ആഗ്രഹത്തെ നീ മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 കുട്ടികൾക്കും ഒരേ സ്കൂളിൽ തന്നെ കർത്താവെ അഡ്മിഷൻ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. സോണവും വിളിച്ചിരിക്കുന്നു. വൈഫിന് നടക്കുവാൻ പ്രയാസം. മൂത്ത സിസ്റ്റർ എൽസി മാനസികമായ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആരും സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് നടക്കാനുള്ള അസുഖങ്ങളെല്ലാം മാറട്ടെ. ആ വിഷമങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രേരിക്കലുള്ള പ്രാർത്ഥിക്കുമ്പോൾ ഒരു പൂർണ്ണ സൗഖ്യമാക്കുന്നതിനായി സ്വതന്ത്രം എന്റെ കർത്താവ് സ്ഥലം തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്വതന്ത്രം ചെയ്യുന്നു. മൂത്തപ്പോൾ മാനസികമായ പ്രശ്നങ്ങൾ നിലപ്പെടുന്നു. കർത്താവ് മാനസികമായ പ്രശ്നങ്ങൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രേരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പൂർണ്ണമായി സൗഖ്യമാക്കുന്നതിനായി സ്വതന്ത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് തങ്കം വിളിച്ചിരിക്കുന്നു. ശരീരം തളരുന്നു, ജോലി ചെയ്യുവാൻ സാധിക്കുന്നില്ല, പൈശാചിക ബന്ധനത്താൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയപിതാവ് ഈ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക വിമോചനം ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ അനുഭവിപ്പാൻ കർത്താവെ നീ അവരെ സുഖപ്പെടുത്തുന്ന ദൈവമാകിയ സ്തോത്രം. ശാരീരിക ബലത്തെ നൽകിയാട്ട യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത് പ്രേയേഴ്സ് നോട്ട് ഫോർ ഫുഡ് സെക്യൂരിറ്റി.
പ്രേയിങ് കേരള തുടങ്ങിയ സമയം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു മാറണം. ആ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇങ്ങനെ വന്നിരിക്കുന്ന ഫൈനലി കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി ഡ്രീം പ്രോജക്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബിൽ ഹാസ് കം a reality with Pranab Mukherjee signing the ordinance on Friday. With this nation's 2/3 population will have the right to get 5 kilograms of food grains every month at highly subsidized rates of rupees 1 to 3 per kilo. ഇന്ത്യയിലെ ദാരിദ്ര്യ ഒരു നല്ല ശതമാനം ആളുകൾക്ക് 1 രൂപ മുതൽ 3 രൂപയ്ക്ക് താഴെ ഉള്ള വിലയിൽ 5 കിലോഗ്രാം ഭക്ഷണധാന്യങ്ങൾ ലഭിക്കുവാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു നല്ല വർത്തമാനം ഇന്ന് ഇന്ത്യയിൽ ഓർഡിനൻസ് പാസ്സായതിലൂടെ വന്നതിൽ പ്രേയിങ് കേരള കുടുംബം സന്തോഷിക്കുന്നു. ആവർത്തന പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കൊമ്പിനെ എന്റെ ദൈവം ഉടച്ചു കളയുന്നു എന്ന് ദൈവ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തുനിന്ന് ദാരിദ്ര്യം, പട്ടിണി മരണം, മാൽ ന്യൂട്രീഷൻ, സമീകൃതമായ ആഹാരമില്ലായ്മ കൊണ്ടുള്ള കെടുതികൾ, പോഷകാഹാരക്കുറവിന്റെ കെടുതികളിൽ നിന്ന് ഒരു കുഞ്ഞു പോലും ഇനി മരിക്കരുത്. ശിശുക്കളുടെ മരണങ്ങൾ മാറണം. ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിലെ സകലരും, ഓരോ വ്യക്തിയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ രാജ്യം സമ്പൽ സമൃദ്ധമായ രാജ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് ഭക്ഷ്യ സുരക്ഷ ഉണ്ടാകുമാറാകട്ടെ. കെടുതികൾ മാറട്ടെ. നാച്ചുറൽ കലാമിറ്റീസ് നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ അവിടുന്ന് വിടുവിക്കാം. ഈ രാജ്യത്തെ അവിടുന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. We bless our nation India in Jesus mighty name. Thank you Lord. We bless our nation. We bless our nation. We bless our nation India in Jesus name. എല്ലായിടത്തും എല്ലായ്പ്പോഴും ദൈവിക അനുഗ്രഹങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ. ഭരണകർത്താക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക നന്മ കൊണ്ട് ഓരോരുത്തരും നിറയ്ക്കും. അവിടുത്തെ സംരക്ഷണത്തിലായിരിക്കട്ടെ. Yes Lord. യേശുവിൻ നാമത്തിൽ പിതാവേ. സൂസൻ എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകന്റെ മകന് 8 വയസ്സുള്ള മകന് സ്കൂളിൽ പോകാൻ മടി. കർത്താവേ, ആ കുഞ്ഞിനെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പഠിക്കാനുള്ള അവന്റെ മടി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവേ, നാളെ മുതൽ കർത്താവേ അവൻ സന്തോഷത്തോടെ സ്കൂളിലേക്ക് കടന്നു പോട്ടെ. അവന്റെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ല ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്ന പേര് പറയണമെന്ന് പറയുന്നത് ദഹനത്തിന് പ്രയാസം, ബോഡി വെയിറ്റ് കുറയുന്നത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അടുത്ത ശനിയാഴ്ച വിവാഹമാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് സഹോദരൻ്റെ പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി സൗഖ്യം യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ വിവാഹത്തിനുവേണ്ടി ഒരുങ്ങുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് ക്രമീകരിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ അങ്ങ് സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. കാർത്തിക പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സഹോദരൻ പ്രിൻസ് ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. അതിഭയങ്കര വേദനയിലൂടെ കടന്നു പോകുന്നു. മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവെ, ആ സഹോദരനെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, ക്യാൻസറിൽ നിന്നൊരു പൂർണ്ണ സൗഖ്യം നീ അവന് കൊടുത്താട്ടെ. പ്രത്യേക മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ കർത്താവ് നീ അവളെ ബലപ്പെടുത്തിയാട്ട്. അവളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് സജിലാൽ വിളിച്ചിരിക്കുന്നു. പനിയാൽ ഭാരപ്പെടുന്നു, ഷുഗർ ഹൈ ആണ്, കടഭാരം മാറണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി സൗഖ്യം യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തിന് മേൽ ഉണ്ടാകട്ടെ. ഷുഗറിന്റെ അളവുകൾ അത് നോർമൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടഭാരവും മാറട്ടെ. സാമ്പത്തിക നന്മകൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആദിത്യ ട്രിവാൻഡ്രത്ത് വിളിച്ചിരിക്കുന്നു. ഡിഗ്രിക്ക് ഒരു വിഷയം റിവാലുവേഷന് കൊടുത്തിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, റിവാലുവേഷന് കൊടുത്തിരിക്കുന്ന വിഷയം കർത്താവെ, അതിലൊരു വിജയം നീ കൊടുത്താട്ട് അവിടെ ഭാവി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കണ്ടാക്കടന്ന് ദേവി വിളിച്ചിരിക്കുന്നത് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് നന്നായി നടക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് സഹോദരിയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് അവരുടെ ബിസിനസ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അഭിവൃദ്ധിയും നന്മയും അതിന് മേലെ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 സാറേ, പറഞ്ഞാട്ട് വേഗം. ഹലോ ഹലോ പറഞ്ഞാട്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായ നെഞ്ചിന് വേദനയും, രാത്രി കിടന്നിട്ട് ഉറക്കമില്ലായിരുന്നു. ഭയങ്കരമായ തലവേദനയാണ്. എനിക്ക് ചെറിയ രാത്രിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു.
അത് കുറച്ച് കഴിഞ്ഞതിന് മുമ്പ് വിളിച്ച് പറഞ്ഞപ്പോൾ സുഖമായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര വേദനയും വെപ്രാളവും ഒക്കെ ആയിരുന്നു. അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനാണ്. എന്താ സാറിന്റെ പേരെന്തായിരുന്നു? സ്റ്റീഫൻ. സ്റ്റീഫൻ. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം. എവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ ചിറകിൽ നിന്നാണ് വിളിക്കുന്നത്. ചിറയിൻ കീഴിൽ നിന്ന് സ്റ്റീഫൻ എന്ന് പറയുന്ന ആളാണ് വിളിക്കുന്നത്. നെഞ്ചിനും വേദനയാല് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല, വെപ്രാളമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. മിസ്റ്റർ സ്റ്റീഫൻ, യേശു താങ്കളെ ഇപ്പോൾ തന്നെ തൊട്ട് സുഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ജീവിതത്തിന് മേൽ ഞങ്ങൾ 100% സൗഖ്യം, പെർഫെക്റ്റ് ഹെൽത്ത് ഞങ്ങൾ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രമോദേ. അടുത്ത ശനിയാഴ്ച നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരെയും അതിനുവേണ്ടി ക്ഷണിക്കുന്നു. 13-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുള്ള സമയത്താണ് ട്രിവാൻഡ്രത്തെ ഹാർവസ്റ്റ് സൊല്യൂഷൻ്റെ ഓഫീസിൽ ഞങ്ങൾ കടന്നു വരുന്നത്. നിങ്ങളെല്ലാവരും കടന്നു വരണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി എറണാകുളം YMCA വെച്ച് രാവിലെ 10 മണി മുതൽ 1:30 വരെയുള്ള സമയത്ത് നമ്മൾ അവിടെ കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രമോദേ, നമ്മുടെ മീറ്റിംഗ് അല്ല, മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രാർത്ഥന. ഒരാൾ പരമാവധി അവിടെ വരുമ്പോൾ 15 മുതൽ 20 മിനിറ്റ് വരെ അവിടെ ഇരുന്നാൽ മതിയാകും. അതിനോടകം ഞങ്ങൾ പലര് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കേട്ട് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന അതേ കർത്താവിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ അത്ഭുത കരം കാണാൻ പറ്റും. ഓരോ സ്ഥലത്തും നടക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളിൽ യേശു ചെയ്യുന്ന വലിയ വിടുതൽ. പ്രയാസമുള്ള സബ്ജക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തില് എക്സാമിന് മുമ്പായി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. അസാധാരണമായ ഒരു ശക്തി ഈ വ്യക്തി അനുഭവിച്ചു. ആതിര സോണ, ആതിര എന്ന് പറയുന്ന നെയ്യാറ്റിക്കര എന്ന് വിളിച്ചു. പോക്കറ്റ് മണി വെച്ച് ഇങ്ങോട്ട് പ്രിയങ്കറിലേക്ക് ഇയാള് തന്നെയാണ്. ഇത് 5-7 വന്ന, അതായത് മെനിഞ്ഞാന്ന് വന്ന ഒരു പ്രൈസ് റിപ്പോർട്ടാണ്. അത്ഭുതകരമായിട്ട് ആ പ്രയാസമുള്ള വിഷയം എഴുതി നല്ല മാർഗം കരസ്ഥമാക്കുവാൻ ദൈവം ഇടയാക്കി. നമുക്ക് അടുത്തൊരു ടെലിഫോണൂടെ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ആ പറഞ്ഞാട്ടെ. ഹലോ, ബ്രദറല്ലേ? അതെ, ഞാൻ നേറ്റിങ്കരയിൽ വിളിക്കുകയാണേ. പറഞ്ഞാട്ടെ. ഹലോ, ഞാൻ എന്റെ കൊച്ചിന് 1 വർഷം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷമായി. ഒരു വർഷമായി. ഇപ്പം വീണ്ടും ചെവി വീണ്ടും പഴുത്ത്. ഓക്കെ, എന്താ കുഞ്ഞിന്റെ പേര്? ഇന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറയണത്. ഓക്കെ, കുഞ്ഞിന്റെ പേരെന്താ? രാഹുൽ. ഷേർലി. ഓ, രാഹുൽ. കുഞ്ഞിന്റെ പേര് രാഹുൽ. ഓക്കെ, രാഹുലിന് 1 വർഷം മുമ്പ് ചെവിക്കെന്തോ പ്രയാസം നേരിട്ടു. അതിനൊരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ഇൻഫെക്റ്റഡ് ആയി പഴുത്തു. അതിനൊരു ഓപ്പറേഷൻ വീണ്ടും വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പിതാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടെലിഫോണിൽ നമ്മോടൊപ്പമുള്ളത് പ്രേയിങ് കേരള കുടുംബത്തിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ഓപ്പറേഷൻ കൂടാതെ യേശുവിൻ്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം ഇപ്പോൾ ഞങ്ങൾ ആ പൈതലിന്റെ മേൽ അയക്കുന്നു. അത് സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. 25, 26, 27 ദിവസങ്ങളിൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. അതിന് എല്ലാവരും ആ ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുക്കണം. രാവിലെ 10 മുതൽ 12 മണി വരെ 2 മണിക്കൂർ അല്ലേ പാസ്റ്റർ? യെസ്, 2 മണിക്കൂർ പ്രാർത്ഥന. കേരളത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ടെലിവിഷനിലൂടെ ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന വരാൻ പോകുന്നത്. ശ്രേഷ്ഠരായ അനേക ദൈവത്തിന്റെ ഭക്തന്മാർ നമ്മോടൊപ്പം ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കും. You cannot miss it. I tell you, you cannot miss it. നിങ്ങൾക്കത് മിസ് ചെയ്യാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും ഇന്ന് തന്നെ അവധിയുടെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ എല്ലാം ക്രമപ്പെടുത്തി
തീർച്ചയായിട്ടും ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. 25, 26, 27 ഹാഫ് ഡേ അവധി എടുത്താൽ മതിയാകും. ഉച്ച കഴിഞ്ഞുള്ള ജോലിക്ക് നമുക്ക് പോകണം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവിൽ വലിയ നന്മകൾ, കൃപാവരങ്ങളുടെ ശുശ്രൂഷയായിരിക്കും. പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ കൃപയോട് നിന്ന് ദൈവത്തിന്റെ ഭക്തന്മാരുടെ ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ വലിയ നന്മ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ലോകരാജ്യങ്ങളിൽ ഇന്ന് വരെ ടെലിവിഷനിലൂടെ ഇങ്ങനെ നടന്നിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും ഹാർവസ്റ്റ് ടിവിയിലൂടെ പ്രേയിങ് കേരള എന്ന ഈ കുടുംബം ഈ ശുശ്രൂഷ ഒരുക്കുന്നത്. ഒരുങ്ങി കാത്തിരിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ മാസം ജൂലൈ 25, 26 and 27 രാവിലെ 10 മുതൽ 12 വരെ ടീച്ചർ ഓർഡർ റൂബി എന്ന് പറയുന്ന ആള് വിളിച്ച് പൂജപ്പുരി നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ട്രാൻസ്ഫർ ഓർഡർ വന്നു, മാറി ആ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും ഓർഡർ വന്നു, ആ ഓർഡർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ജോലി എവിടെ ചെയ്തിരുന്നുവോ അവിടെ തന്നെ ജോലി ചെയ്യുവാൻ ദൈവ കാര്യങ്ങളെ ക്രമപ്പെടുത്തി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പൊന്മണി കാട്ടാക്കടെ പല്ലിൻ്റെ ഇടയ്ക്ക് ദശ വളരുകയായിരുന്നു മകളുടെ. അപ്പൊ ഈ പല്ലിൻ്റെ ഇടയ്ക്ക് അല്ല, എല്ലിൻ്റെ ഇടയ്ക്ക് പല്ല്. ഇന്നലെ ഞാൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്തത്. പല്ലിൻ്റെ ഇടയിലേക്ക്, എല്ലിൻ്റെ ഇടയിലേക്ക് പല്ല് വളർന്നു തുടങ്ങി. അപ്പോൾ വീണ്ടും ഡോക്ടേഴ്സ് പറഞ്ഞത് അത് കട്ട് ചെയ്ത് പല്ലെടുത്ത് മാറ്റണം. നമുക്കറിയാമില്ല, അവരുടേതായ രീതികളെല്ലാം പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. ഇന്നലെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഒരു പ്രയാസവും കൂടാതെ ചുമ്മാ അത് വലിച്ച് എടുത്ത് കളഞ്ഞു. ഈ യേശു എത്ര നല്ലവൻ. ദിവ്യയുടെ വിവാഹ മോചന കേസ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചത് മൂലം, വിവാഹ മോചന കേസ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചത് മൂലം കേസ് തള്ളിപ്പോയി. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഒന്നിച്ച് ജീവിക്കുന്നു. ഈ യേശു എത്ര നല്ലവനാ, യേശു എത്ര നല്ലവനാ. നമുക്ക് ഒരു ടെലിഫോണിലൂടെ വന്നിട്ടുണ്ട്. ഹലോ ബ്രദറെ, ഞാൻ അലക്സ് ആണ്, നെയ്യാട്ടാവിൽ നിന്നാണ് വിളിക്കുന്നത്. അലക്സെ പറഞ്ഞാട്ട് എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഇവിടെ എല്ലാവരും പ്രേയിങ് കേരള ഇപ്പം ഒരു 15-20 വീടിനോളം പുതുതായിട്ട് കണക്ഷൻ അവർ എടുത്തു. പ്രേയിങ് കേരള ആ ഒരു ചാനലിന്റെ ആ ഒരു പദ്ധതി അവർ എടുത്തിട്ടുണ്ട്. 15-20 വീടോളം എല്ലാം നമ്മുടെ എല്ലാ വീടുകളിലും കയറി പറയാറുണ്ട് ഇപ്പം. അങ്ങനെ പ്രേയിങ് കേരള ഇതിലുള്ള പ്രിയപ്പെട്ടവർ കമോൺ പറഞ്ഞാട്ടെ അലക്സേ. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഏറ്റവും പ്രേയിങ് കേരളയിലൂടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് കാട്ടാക്കടയിലെ നിവാസികളാണ്. അതായത് എന്റെ നാട്ടുകാരാണ്. കമോൺ അലക്സേ. അത് കാട്ടാക്കടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സാക്ഷികൾ മറ്റ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ഏരിയയിൽ നിന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കാണുന്നതും ഏറ്റവും കൂടുതലായിട്ടും ബ്രദറിന്റെ സാക്ഷ്യം വിളിച്ച് പറയുന്നത്. നമുക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം അതിൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് ബ്രദറെ. തീർച്ചയായിട്ടും താങ്ക് യു അലക്സ്. ഈ ടെസ്റ്റ് മണി ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ആ കമ്പനിക്കാർക്ക് തന്നെ എത്ര സന്തോഷമാണ്. പ്രേയിങ് കേരള നിമിത്തം പുതിയ കണക്ഷനുകൾ അവർക്ക് വിറ്റുപോകുന്നു. എത്ര നല്ല കാര്യമാണ്. സകലയിടത്തും ഞാൻ ഇങ്ങനെ പറയട്ടെ, സകല മേഖലകളിലും വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിലൂടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. അന്ത്യകാലത്ത് സകല ജഡത്തിനു മേൽ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ പരിശുദ്ധനായ കർത്താവിൻ്റെ ആ വാഗ്ദത്ത വചനം ഇതുവരെയും താങ്കൾ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ജീവിതങ്ങളുടെ മേൽ അവിടെ ഇറങ്ങി വരണമേ. യേശുവിന്റെ ആത്മാവിനാൽ എല്ലാവരും നിറയപ്പെടട്ടെ. ദേശങ്ങൾ രാജ്യങ്ങൾ യേശുവിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. For it is the season of the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. Blessed be your holy name in Jesus name. യേശുവിൻ നാമത്തിൽ പിതാവേ. അച്ചാമ്മ വിളിച്ചിരിക്കുന്നു. മകൾ മറിയാമ്മ 12-ാം തീയതി MC-യുടെ എക്സാമിനേഷൻ ആണ്. ബന്ധുക്കൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ മറിയാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ 12-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ആ എക്സാമിനേഷൻ ഉയർത്തി മാർക്കുവാൻ ജയിക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അവരെ ആഗ്രഹപ്രകാരം ആ കുടുംബം മുഴുവൻ യേശുവിനെ അറിയുവാൻ, യേശുവിന്റെ അനുഗ്രഹം
വിജയം പ്രാപിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്വതന്ത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിൽ നിന്ന് രാജലക്ഷ്മി വിളിച്ചിരിക്കുന്നു. ജ്യോതി നോർമൽ ഡെലിവറി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഭർത്താവ് അരുൺ ദുബൈയിൽ പോകുന്നതിന്റെ തടസ്സങ്ങൾ മാറണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രഗ്നന്റ് ആയിരിക്കുന്നു ജ്യോതിക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു നോർമൽ ഡെലിവറി ആ മകൾ കൊണ്ടാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ കർത്താവേ. അതുപോലെ കർത്താവെ ദുബൈയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ വഴികളെ നീ അനുകൂലമാക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഡേസി വിളിച്ചിരിക്കുന്നു. ഷുഗർ കൂടുതലാണ്, കണ്ണിന് കാഴ്ച കുറവാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവെ അവിടുന്ന് കരം തൊട്ട് ആ ഷുഗറിനെ നോർമലാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. കർത്താവെ ഒരു പൂർണ്ണ സൗഖ്യമാക്കിയ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാകുവാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഫാം ഡി എക്സാമിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. മെറിൻ ആൻഡ് ഗ്രീഷ്മ കോട്ടയത്ത് നിന്ന്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യം കർത്താവെ അവരെ പരീക്ഷ എഴുതുമ്പോൾ കൂടെ ഇരിക്കുമാറാകണമേ. നല്ല ബുദ്ധി നീ നൽകുന്നതിനായ സ്തോത്രം. ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ. തിരുവല്ലായെന്ന് മാറ്റി വിളിച്ചിരിക്കുന്നു. കുവൈറ്റിലേക്ക് ജോലിക്ക് പോകാൻ സാധിക്കണം, അതിനൊരു വഴികൾ തുറക്കാൻ വേണ്ടി കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആ മകന്റെ ആഗ്രഹപ്രകാരം ജോലി ലഭിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി അവിടുന്ന് വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അയ്മനത്ത് നിന്ന് മാത്യു വിളിച്ചിരിക്കുന്നു. മകൾ ബെന്നയ്ക്ക് ജോലി ലഭിക്കണം. അതുപോലെ മാത്യുവിന് പൂർണ്ണമായി ശാരീരിക സൗഖ്യം ലഭിക്കണം. കർത്താവെ ഈ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മകൾക്ക് നല്ലൊരു ജോലി നൽകി നീ അനുഗ്രഹിക്കുമാറണമേ. നീ മാനിക്കുമെന്ന് ദൈവമാകിയ സ്തോത്രം. ഈ വർഷം തന്നെ ദൈവിക കൃപയിൽ നിറയുവാൻ തക്കണം മകളെ ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവെ ആ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ സൗഖ്യങ്ങളെ നൽകി കർത്താവ് മാത്യുവിനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക കൃപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരുടെയും വിവരങ്ങൾ ടി വിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ പല പ്രാവശ്യം വിളിച്ചു, ഇതുവരെ എൻ്റെ പേര് പറഞ്ഞില്ല. ഇന്നെങ്കിലും എൻ്റെ പേര് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മിസ് ഗ്രേസി തോമസ് നേസം പാളയം തുന്നുന്ന ഒരു കത്ത് തന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. വിഷയങ്ങളിതാ: എൻ്റെ സന്ധിവാത രോഗം മാറണം, മകൾ ഏഞ്ചലിന് ജോലി വേണം, വിവാഹം നടക്കണം, രണ്ടാമത്തെ മകളുടെ MSc അഡ്മിഷന് ലഭിക്കണം, അലർജി മാറണം, ഭർത്താവിൻ്റെ രോഗം മാറണം, താമസിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടണം. ദീർഘമായ കത്തുകൾ. പക്ഷേ പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങൾ ഓരോ വാക്കും അത് വായിച്ചതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഈ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ താങ്കളുടെ സ്ക്രീനിൽ ഈ വച്ചിരിക്കുന്ന 10,000 വിഷയങ്ങൾ ദൃശ്യമാണല്ലോ. കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ബ്രദർ ഗണേഷിന് ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ വിജയകരമായി നടന്നു. പ്രസാദ് ബ്ലഡ് ക്യാൻസർ മരണാസന്നായിരിക്കുന്നു, RCCയിൽ നിന്ന് ഉപേക്ഷിച്ചു, സൗഖ്യം കിട്ടണം എന്ന് പറഞ്ഞ് ചാൾസ് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്തു നിന്ന് LC യൂട്രസിലെ മുഴയ്ക്ക് വേണ്ടിയുള്ള ഓപ്പറേഷന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്ന മകൻ ലെറിൻ ആൻഡ് സ്നേഹ ദമ്പതികൾ. ഏക മകനാണ്. 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ഭാരപ്പെടുന്നു. മാത്രമല്ല കൊളസ്ട്രോള് ഉണ്ട്. അതും നേരെ അത് സൗഖ്യമാകേണ്ടത് പ്രാർത്ഥിക്കണം. ഒരു ദിവസം പ്രോഗ്രാം കണ്ടില്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത. ഇതുപോലെ വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രിയായ യേശുവേ, ഇന്ന് പകൽ ഈ വിഷയങ്ങളുടെ മേൽ, ഈ ജീവിതങ്ങളുടെ മേൽ അങ്ങയുടെ കരം വെച്ച് ഒരു തീർപ്പ് അവിടെ ഉണ്ടാകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മുഴകൾ മാറട്ടെ. മക്കളിൽ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ അവർക്ക് ഉണ്ടാകട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് അഡ്മിഷൻസ് ലഭിക്കട്ടെ, ഉന്നത വിജയികളായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. മേരി ജോസഫ് ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. തലകറക്കം, തലവേദനയാൽ ഭാരപ്പെടുന്നു, മൈഗ്രൈൻ ആണെന്ന് ഡോക്ടർ പറയുന്നു. പൂർണ്ണ സൗഖ്യമാണ്. കർത്താവേ, നമുക്ക് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ തലവേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഡേസി വിളിച്ചിരിക്കുന്നത് കാലുവേദനയിൽ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന അവരുടെ കൊച്ചുമോൾ റോസനയുടെ 11ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൊച്ചുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവൾ കൊടുക്കുന്ന പുതിയ വർഷത്തിൽ നീ അനുഗ്രഹിച്ചാൽ ഉയർത്തിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ സഹോദരിക്ക് പരിപൂർണമായി സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഷീല കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കാൽ ചൊറിഞ്ഞു പൊട്ടുന്നു, സ്വന്തമായ ഒരു ഭവനം വേണം, കടബാധ്യത മാറണം. കർത്താവേ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കാൽ ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം നീ കൊടുത്താട്ടെ. സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഒരു ക്രമീകരണം കൊടുത്താട്ടെ. ഒരു സ്വന്തം ഭവനം കൊടുത്ത് നീ അവളെ അനുഗ്രഹിച്ചാട്ടെ.
കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അവിടുന്ന് സൗമ്യ വിളിച്ചിരിക്കുന്നത് പ്രഗ്നന്റ് ആണ്, സുഖപ്രസവം നടക്കണം, വത്സലയ്ക്ക് ക്യാൻസറിനെ ഭാരപ്പെടുന്നു. കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്റ്റേജിലായിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ കരം കൂടിയിരിക്കണം എന്ന് പ്രാർത്ഥിക്കും. ക്യാൻസറിനെ ഭാരപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം മടമേൽ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. സുഗന്ധി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു, പഞ്ചായത്തിൽ നിന്ന് വീട് അനുവദിച്ച് ലഭിക്കണം കർത്താവെ. ആ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട കർത്താവെ ആ പേപ്പർ വർക്കുകളെല്ലാം കർത്താവ് എത്രയും വേഗം നടക്കുവാൻ കർത്താവെ, ആ വീട് എത്രയും വേഗം അവർക്ക് ലഭിക്കട്ടെ. അതിനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നീ ഏറ്റിങ്ങനെ രാജേന്ദ്രൻ വിളിച്ചിരിക്കുന്നു, കൊച്ചുമൻ ചെവി പഴുക്കുന്നു, പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം ആ കുഞ്ഞിന്റെ മേൽ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഇനി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് കാണുന്നത് വരെയും കർത്താവിന്റെ കൃപയിൽ ദൈവം നമ്മെ എല്ലാവരെയും പരിപാലിക്കട്ടെ. ഓരോരുത്തരുടെയും യാത്രകൾ, ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വിവിധ തുറകൾ, ബിസിനസ്, കുടുംബം, കുടുംബജീവിതം, തലമുറ, നമ്മുടെ വരുമാനം, ജോലി, നമ്മുടെ കൃഷിയിടം, വാഹനങ്ങൾ, ആഹാരം, കുടിവെള്ളം, പാർപ്പിടം എല്ലാം അനുഗ്രഹിക്കപ്പെട്ട് എല്ലാവരും രണ്ട് കരകളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ മുഖം നിങ്ങളുടെ മേൽ പ്രസാദിക്കുമാറാകട്ടെ. യഹോവ മേൽക്കുമേൽ ബലം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുവിന്റെ കൃപയിൽ എല്ലാവരെയും പരിപാലിക്കും. ദൈവിക നന്മ കൊണ്ട് അവർ ഓരോരുത്തരെയും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു, പാസ്സാകുവാൻ ദൈവം ഇടയാക്കി. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 7 മണിക്ക് ശേഷം തീർച്ചയായിട്ടും വിളിക്കണം. നമ്മുടെ വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിക്കണം. ദൈവത്തിന്റെ മക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കും. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. In Jesus we have bright future. Jesus loves you. യേശു താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾ യേശുവിന്റെ സന്നിധിയിൽ വിലപ്പെട്ടൊരു ജീവിതമാണ്. And you have a future in Jesus. രണ്ട് കരങ്ങളും ഉയർത്തി യേശു നാമ, യേശു നാമ, യേശു നാമ കീ ജയ, യേശു നാമ, യേശു നാമ. കർത്താവ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരും ഓരോ വിഷയത്തിന് മേലും മറുപടി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ റെയിൻ കേരളയോട് കാണിക്കുന്ന എല്ലാ ആത്മാർത്ഥമായ സ്നേഹത്തിനും കരുതലുകൾക്കും ശുശ്രൂഷയിൽ ഞങ്ങളുടെ ഭാരം ചുമൽ കൊടുക്കുവാൻ കാണിക്കുന്ന എല്ലാ മനസ്സിനും ഞങ്ങൾ നന്ദി പറയുന്നു. We are really grateful to each of you for your partnership, your love and your care, and above all for your valuable prayers.